ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെയുള്ള യാത്രാ വീഡിയോകളോ റെസ്റ്റോറൻറ്റ് റിവ്യൂസോ ഒന്നുമല്ല. ഇന്ന് ആക്ച്വലി നമ്മുടെ ആദ്യത്തെ ഒരു അൺബോക്സിങ് വീഡിയോ എന്ന് പറയാം. അതെ, നമ്മൾ ഇതിനു മുമ്പ് അൺബോക്സിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊരു ക്യാമറ ഓർഡർ ചെയ്തു ആമസോണിൽ. അപ്പോൾ അത് 2 ദിവസം മുമ്പേ വന്നായിരുന്നു. അത് ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് തുറക്കുന്നത് ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഒക്കെ നമ്മളൊരു 1-2 പ്രാവശ്യം യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു റിവ്യൂ അല്ല, അപ്പോൾ ജസ്റ്റ് അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതായാലും അത് തൽക്കാലം നമുക്ക് വേണ്ട, തൽക്കാലം മാറ്റി വയ്ക്കാം. ഒരുപാട് പ്ലാസ്റ്റിക് റാപ്പിംഗ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ, സോണി ആൽഫ 5100. ഇതാണ് നമ്മുടെ ക്യാമറ. ഇത് ആക്ച്വലി 2014 റിലീസ് ചെയ്ത ക്യാമറയാണ്. റിവ്യൂസൊക്കെ കണ്ടപ്പോൾ, യൂട്യൂബിലെ റിവ്യൂസൊക്കെ കണ്ടപ്പോൾ ഈ 2019 വളരെ അധികം എന്താ പറയുക, വിറ്റ് പോകുന്ന, എസ്പെഷ്യലി വ്ളോഗേഴ്സിൻ്റെ ഇടയിൽ വിറ്റ് പോകുന്ന മോഡൽ ക്യാമറയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ക്യാമറ അഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കൂടെ ബാഗൊക്കെ കിട്ടിയിട്ടുണ്ട്, ചെറിയൊരു ബാഗ്. ഓക്കെ, സോണിയുടെ തന്നെ പൗച്ചാണ്, സോണിയുടെ തന്നെ ബാഗാണ് ഇത്. നമുക്കിത് ക്യാമറ ഇട്ട് ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കാം. അതിന് വേണ്ടിയാണ് ഇത്. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് നമ്മൾ ഇനി യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാൻ പറ്റും. കാരണം ഇങ്ങനെയൊക്കെ ഇട്ട് നടക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കിനി യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഈ ബോക്സ് തുറന്ന ഉടനെ തന്നെ നമുക്ക് കിട്ടിയത് കുറച്ച് ബുക്ക്ലെറ്റുകളാണ്. ഒന്ന് വാറണ്ടി കാർഡും, പിന്നെ നമ്മുടെ വൈഫൈ കണക്ഷൻ്റെ ഗൈഡും, പിന്നെന്താ ലെൻസ് ആൻഡ് ആക്സസറീസ് എന്നിട്ടൊരു ലിസ്റ്റും, എന്തൊക്കെയാണ് സോണിയുടെ ലെൻസസ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ കുറച്ച് പടങ്ങളും ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ്. ഇത് വെറുതെ സോണി ഫോർ കസ്റ്റമേഴ്സ് ഇൻ ഇന്ത്യ ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറാണ്. അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ഒന്നുമില്ല, വെറുതെ ഒരു പേപ്പർ. ഓക്കെ, ഇത് നമ്മൾ ആമസോണിൽ നിന്നും വാങ്ങി. അതിൻ്റെ അവർ ആ സെല്ലറിൻ്റെ ബില്ലാണിത്, സെല്ലറിൻ്റെ ഇൻവോയ്സ് ആണ്. എനിക്ക് തോന്നുന്നത് വാറണ്ടി പർപ്പസസിന് വേണ്ടിയാണ്. കണ്ടോ, വാറണ്ടി കാർഡെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ ഭാവി വളരെ പ്രയോജനകരമായിരിക്കും. വേറൊരു പേപ്പറും കൂടെ ഉണ്ട്. അത് ഓക്കെ, സോണിയുടെ സർവീസ് നെറ്റ്വർക്ക് ലിസ്റ്റ് ആണ് ഇത്. ഇത്രയുമുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് തൽക്കാലം ആവശ്യമില്ല. നമുക്ക് എന്തായാലും ക്യാമറ എടുത്ത് നോക്കാം. ഈ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഇതാണ് SD കാർഡ്, മെമ്മറി കാർഡാണ് ഇത്. സൈഡിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കാം. ഓക്കെ, നമുക്കൊരു ബാറ്ററി ചാർജറിൻ്റെ കേബിളാണിത്. പിന്നെന്താ പേര്, USB കേബിള്,
ഇത് ക്യാമറ തൂക്കിയിട്ട് നടക്കാനുള്ള സ്ലിംഗ് കേബിൾ. ഇതാണ് അത്യാവശ്യമുള്ള സാധനം, ക്യാമറയുടെ ബാറ്ററി. നമുക്കിപ്പോഴേ എടുത്ത് പുറത്ത് വയ്ക്കാം. അങ്ങനെ നമ്മളിതാ ക്യാമറ എടുക്കാൻ പോവാണ്. ഇതാണ് പാക്കേജ്. ഇതാണ് നമ്മുടെ ക്യാമറ, സോണി ആൽഫ A5100. അപ്പോൾ ഇത് കൂടുതലും മൂവി പർപ്പസസിനാണ് വളരെ നല്ലത് എന്നാണ് പല റിവ്യൂസിലും കിടക്കുന്നത്. നമ്മളിനി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് റിവ്യൂ പോലെ പറയാൻ പറ്റും. ഇനി വരുന്ന 1-2 വീഡിയോസൊക്കെ നമ്മൾ ഈ ഒരു ക്യാമറയും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ മൊബൈൽ ഫോൺ മാത്രമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ 1-2 വീഡിയോസ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ DSLR ക്യാമറയൊക്കെ വാങ്ങി നമ്മൾ, ഫോർ എക്സാമ്പിൾ ഡ്യൂ ഡ്രോപ്സ്, പിന്നെ വാഗം ഹൈറ്റ്സ്, അങ്ങനെ 1-2 സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ DSLR ക്യാമറ വാങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ ഇനി അത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ പർപ്പസിന് വേണ്ടി ഈ ഒരു ക്യാമറ വാങ്ങിയത്. ഇത് വാങ്ങാൻ ഒരു മെയിൻ റീസൺ മറ്റൊന്നുമല്ല, ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് കാരണമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 33,000 അത്രയേ വരുന്നുള്ളൂ ആമസോണിൽ. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ താല്പര്യമുള്ളവർ അതൊന്ന് കയറി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് കയറി നോക്കുക. കൂടുതൽ ഡീറ്റെയിൽസും റിവ്യൂസും ഒക്കെ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡിറ്റാച്ചബിൾ ലെൻസ് ആണ്. നമുക്ക് വേറെ മൗണ്ട് ലെൻസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പം വേറെ ആവശ്യമുള്ള മൗണ്ട് ലെൻസ് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ വാങ്ങിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. കൂടെ കിട്ടിയിരിക്കുന്ന കിറ്റ് ലെൻസ് എന്ന് പറയുന്നത് 16-50 mm ലെൻസ് ആണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത കൂടെ ഞാനിപ്പോൾ പറയാം. അത് റിവ്യൂ അല്ല കേട്ടോ. ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 180 ഡിഗ്രി ടിൽറ്റിംഗ് സ്ക്രീനാണ്. അപ്പോൾ നമ്മൾ വ്ളോഗിങ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ക്യാമറയാണ്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഞാൻ ഈ ക്യാമറ സെലക്ട് ചെയ്തത്. ഇതിൽ നിന്നെടുത്ത കുറച്ച് വിഷ്വൽസും കൂടെ കാണിച്ചിട്ട് ഈ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. ഇതിൽ നിന്നും എടുത്ത കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു വ്ളോഗിങ് ടെസ്റ്റാണിത്. നേരത്തെ പറഞ്ഞതുപോലെ അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളിൽ ഓൾറെഡി ഉള്ള മിനി ട്രൈപോഡ് ക്യാമറയായിട്ട് കണക്ട് ചെയ്യുക. കണ്ടോ, അതിനുള്ളൊരു സ്ഥലമുണ്ട് ഇവിടെ, കണ്ടോ. അതിങ്ങനെ സ്ക്രൂ തിരിക്കുന്ന പോലെ തിരിക്കുക, ക്ലോക്ക്വൈസ് ടൈറ്റ് ആവുന്ന വരെ. ഓക്കെ, ഇതാകുമ്പോൾ നമുക്കിത് ഇങ്ങനെ പിടിച്ചിട്ട് വ്ളോഗ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അഡ്വാൻറ്റേജ്, ഫ്ലിപ്പപ്പ് സ്ക്രീൻ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വ്ളോഗ് ചെയ്യാം. കണ്ടോ, ആകുമ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണുകയും ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. ഇത് നമ്മുടെ വീഡിയോ ക്യാപ്ചറിങ് എങ്ങനെയുണ്ട്, നിങ്ങളിപ്പോൾ കേൾക്കുന്ന സൗണ്ട് ഇതിൻ്റെ ക്യാമറയിൽ തന്നെയാണ്. ക്യാമറയിലുള്ള ഇൻറ്റേർണൽ മൈക്രോഫോൺ ഓപ്ഷനിൽ നിന്നാണ് നിങ്ങൾ സൗണ്ട് കേൾക്കുന്നത്. ഞാൻ വേറെ എക്സ്റ്റേണൽ മൈക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്യാനുള്ള ജാക്കൊന്നും ഇല്ല ഇതിൽ. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഓട്ടോ ഫോക്കസൊക്കെ? ഞാൻ നോക്കിയിട്ട് ഇത് കറക്റ്റായിട്ട് നമ്മുടെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയൂ, കേട്ടിട്ട് പറയൂ. അതേപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. കൂടുതൽ ട്രാവൽ വീഡിയോസ് ഉടനെ തന്നെ വരുന്നതാണ്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.